ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മീൻ പൊള്ളിച്ചതാണ്. ഈ മീൻ പൊള്ളിച്ചത് വളരെ ടേസ്റ്റിയായ ഒരു ഐറ്റമാണ്. എല്ലാവരും നോക്കണം. ഇതിന് നമുക്ക് എന്താണ് വേണ്ടതെന്ന് നോക്കാം. ഇതിന് ദശക്കട്ടിയുള്ള ഏത് മീനായാലും ഉപയോഗിക്കാൻ പറ്റും. ആദ്യം മീൻ കഴുകി വൃത്തിയാക്കി നന്നായി വരച്ച് വെക്കുക. വരച്ച് വെക്കുന്നത് മസാല ഇതിനകത്തേക്ക് നന്നായി കടന്നു ചെല്ലാനാണ്. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ടേസ്റ്റ് അതിന് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിന് എന്തൊക്കെ മസാല തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഈ മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. അതായത് ഒരു സ്പൂണ്, 1.5 സ്പൂണ് കാശ്മീരി മുളകും, 1.5 സ്പൂണ് സാധാരണ മുളകും, ഒരു 3-4 വെളുത്തുള്ളി അല്ലി, എന്നാൽ ഒരു 4-5 കാന്താരി, കുറച്ച് കുഞ്ഞുള്ളി, കറിവേപ്പില, പിന്നീട് വേണ്ടത് നമുക്ക് കുടംപുളിയാണ്. ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ ഇടിച്ചെടുക്കണം. ഇടിച്ചെടുക്കുന്നതിന് നമുക്കൊരു ഇടികല്ല് ആവശ്യമുണ്ട്. കഴുകി വൃത്തിയാക്കിയ ഇടികല്ലിലേക്ക് നമ്മൾ ഓരോന്നായി ഇട്ട് നന്നായി ചതച്ചെടുക്കണം. ഇനി നമുക്ക് അത് ചെയ്യാം. ആദ്യമായി ഇടികല്ലിലേക്ക് വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി നന്നായി ചതച്ചെടുക്കണം. അതിനുശേഷം കാന്താരി, പിന്നീട് ചെറിയ കുഞ്ഞുള്ളി, അതുപോലെ കറിവേപ്പില, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും ഇതിനകത്തേക്കിട്ട് നന്നായി ചതച്ചെടുക്കണം. ഒരിക്കലും നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്യരുത് കൂട്ടുകാരെ. ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ അല്ലെങ്കിൽ മീൻ പൊള്ളിച്ചതിൻ്റെ ടേസ്റ്റ് ഇതുപോലെ വരില്ല. അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്തേക്ക്, കുടംപുളി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നന്നായി വെള്ളത്തിലിട്ട് അല്പം കുതിർത്ത് കഴുകി വെച്ചതിന് ശേഷം വീണ്ടും വെള്ളത്തിലിട്ട് കുതിർക്കണം. അതുകൂടെ നമ്മൾ ഈ ചേരുവകളുടെ കൂടെ ചേർത്ത് നന്നായി ഇടിക്കണം. ഇനി ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ മസാലയുടെ കൂടെ തന്നെ ചേർത്ത് ചതക്കാവുന്നതാണ്. അപ്പോൾ മസാല മീനിലേക്ക് വളരെ എളുപ്പത്തിൽ ചേർന്ന് നിൽക്കും. ഇനി നമുക്ക് ഈ മസാല നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയിലേക്ക് ചേർക്കണം. മുളക് പൊടിയിലേക്ക് ചേർത്ത് നന്നായി തിരുമ്മി കൊടുക്കണം. ഒരു കുറച്ച് സമയം തന്നെ നമ്മൾ അതിനായിട്ട് എടുക്കേണ്ടി വരും. ഇനി അഥവാ കുറച്ച് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ നമുക്ക് അല്പം വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. ഈ സമയത്ത് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി തിരുമ്മി കൊടുക്കുക. എത്രത്തോളം നമുക്കത് തിരുമ്മി യോജിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മുടെ മീൻ പൊള്ളിച്ചതിൻ്റെ ടേസ്റ്റ് ഒരുപാട് കൂടുന്നതാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ മസാല നന്നായി ഒന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് സാവധാനത്തിൽ ആ മീനിനകത്തെ വരക്കകത്ത് നമ്മൾ ഒന്ന് തള്ളി കൊടുക്കേണ്ടതുണ്ട്. ചുറ്റും നന്നായി തേച്ച് പിടിപ്പിക്കുകയും വേണം. എല്ലാ മീനും നമ്മൾ ഇതുപോലെ നന്നായി തേച്ച് പിടിപ്പിക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിനൊരു 3-4 വാഴയിലയുടെ കഷ്ണങ്ങൾ ആവശ്യമുണ്ട്. അത് ഞാൻ നേരത്തെ തന്നെ കഴുകി വാട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകവും പുറവും വാട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് അല്പം പച്ച വെളിച്ചെണ്ണ നമ്മൾ ഈ മീനിന് മേലെ തൂവി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിനാദ്യമായി നമ്മൾ ഇല വാട്ടിയതിൽ ഓരോന്നിലായി ഓരോ മീൻ നമുക്കെടുത്ത് വെക്കാം. അപ്പോൾ മീൻ എടുത്ത് അതിനകത്തേക്ക് ഓരോ ഇലയിൽ ഓരോന്നായി എടുത്ത് വെക്കുക. ശേഷിക്കുന്ന പാത്രത്തിൽ അവശേഷിക്കുന്ന അരപ്പും നമ്മൾ ഓരോ മീനിന് മുകളിലേക്കും എടുത്ത് വെക്കുക. അപ്പോൾ എല്ലാ അരപ്പും നമ്മൾ ഇതിനകത്തേക്ക് തന്നെ എടുത്ത് വെക്കുക.
അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അല്പം പച്ച വെളിച്ചെണ്ണ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്പം പച്ച വെളിച്ചെണ്ണ നമുക്ക് ഈ ഓരോ മീനിന് മുകളിലും തൂവി കൊടുക്കണം. അത് അതിനകത്ത് കിടന്ന് മൊരിയുമ്പോൾ കുറച്ചുകൂടെ സൂപ്പർ ടേസ്റ്റായി മാറും. അപ്പോൾ അതുപോലെ നമ്മളെല്ലാത്തിനും അല്പം വെളിച്ചെണ്ണ തൂവി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ വാഴയില മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ തണ്ട് കീറിയെടുത്ത കയറ് നമുക്ക് ആവശ്യമുണ്ട്. അത് ഞാൻ അവിടെ നേരത്തെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഓരോന്നായി ആ വാഴ നയരുപയോഗിച്ചുകൊണ്ട് നമ്മളിത് കെട്ടിവെക്കണം. അപ്പോൾ മൂന്നും ആദ്യം എല്ലാം ചുരുട്ടി വെച്ച് അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നായി കെട്ടി വെക്കാം. ഞാനിങ്ങനെ മൂന്നും ഒതുക്കി വെച്ചതിന് ശേഷമാണ് കെട്ടാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്കത് ഒരു വാഴ നാർ ഉപയോഗിച്ച് നന്നായി കെട്ടിവെക്കാം. മസാല ഒട്ടും പുറത്തേക്ക് ചാടരുത്. അതുകൊണ്ടാണ് നമ്മൾ നന്നായി അത് പൊതിഞ്ഞ് ഇല വാട്ടിയത് തന്നെ എടുക്കണമെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇല പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വാഴക്കയർ ഉപയോഗിച്ച് ഇത് നന്നായി ഓരോന്നായി കെട്ടി വെക്കണം. ഈ സമയം കൊണ്ട് നമുക്കൊരു പാന് കഴുകി ഇതിനിടയിൽ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു മണ്ണിൻ്റെ പാനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് റോഡ് സൈഡിൽ നിന്ന് വാങ്ങുമ്പോൾ 50 രൂപയാണ്. അതിനെക്കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷേ അത് ഇത്തരം മീൻ പൊരിക്കുന്നതിനൊക്കെ മീൻ പൊള്ളിക്കുന്നതിനൊക്കെ വളരെ പ്രയോജനപ്രദമാണ്. ഞാൻ വേറെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ധൈര്യസമേതം ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ ചെയ്യാൻ തീരുമാനിച്ചത്. എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ ഓരോരോ മീനായി അതിനുള്ളിലേക്ക് എടുത്ത് വെക്കുക. സാവധാനത്തിൽ ചെയ്യണം, എണ്ണ തെറിച്ചു പോകാൻ സാധ്യതയുണ്ട്. ആദ്യം അല്പം തീയൊന്ന് കൂട്ടി കൊടുക്കുക. അതിന് ശേഷം ഒരടപ്പെടുത്ത് അതിനെ മൂടി വെക്കുക. എന്നിട്ട് തീ പതുക്കെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഒരു 4-5 മിനിറ്റ് നമ്മൾ ഇത് ചെറു തീയിൽ വേവിച്ചെടുക്കുക. പിന്നീട് അത് തിരിച്ചു വെക്കുക. എണ്ണയൊന്നും ഒട്ടും കുടിച്ചിട്ടില്ല, എണ്ണയൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഇനി നമ്മൾ വീണ്ടും ഒരടപ്പ് അടച്ചു വെച്ച് ആ അടുപ്പ് തന്നെ അടച്ചു വെച്ച് നേരത്തെ മാതിരി ഒരു 2-3-4 മിനിറ്റ് നമ്മളത് വേവിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് മാറ്റിയെടുക്കാം. ഞാൻ അതിന് ശേഷം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി പതിയെ നമ്മൾ ഓരോരോ കെട്ട് അഴിച്ച് ആവി പോകുന്നതിന് അനുവദിക്കാൻ. നല്ല ചൂടുണ്ട്, ആവി നന്നായി പോകുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയായ അതിൻ്റെ നല്ലൊരു മണം തന്നെ വരുന്നുണ്ട് കൂട്ടുകാരെ. ആ മണം വളരെ അയലത്തുകാർക്ക് പോലും ആ മണം കിട്ടും. അത്രയും ടേസ്റ്റിയായ നാവിൽ വെള്ളം ഊറുന്ന ഒരു മീൻ പൊള്ളിച്ചതാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് ശേഷം അഭിപ്രായം അറിയിക്കണം. ഞാൻ അധികമൊന്നും ഇങ്ങനെ വീഡിയോസൊന്നും ഇടാറില്ല. അതിനെക്കുറിച്ച് വേണ്ടത്ര ജ്ഞാനമൊന്നുമില്ല എങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതാണ്. ഇതുപോലെ കുക്കിങ്ങിൽ എന്തൊക്കെയോ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഓരോന്നോരോന്നായി ചെയ്ത് നോക്കുന്നതാണ്. ചെയ്ത് വിജയിച്ച കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു ഐറ്റവുമായി ഇപ്പോൾ വന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. ബൈ.